എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദി യെറ്റ് അനദർ ട്രാവൽ വ്ളോഗ്. ട്രാവൽ ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു ആൾക്കൂട്ടം കണ്ടു. ഇത് നോക്കിയപ്പോൾ സുരേഷ് ഏട്ടൻ വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്ദേ ഭാരതിൽ കയറിപ്പോയപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നമുക്ക് പോകാനുള്ള ആലപ്പി എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങളും ചാടി കയറി. പോയത് ഞാൻ, അമ്മ, ചേച്ചി, കൊച്ചാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വീണ്ടും ചെന്നൈയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെന്നൈക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാസം മുന്നേ എൻ്റെ ചെന്നൈ വ്ളോഗിലൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ കല്യാണത്തിനാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജഗ്ഗുവിൻ്റെ കല്യാണത്തിനാണ് പോണത്. ഇതുവരെ കണ്ട സ്ഥലങ്ങളും കണ്ട ആളുകളും ആയതുകൊണ്ട് ആദ്യം തൊട്ടുള്ള വീഡിയോകളൊന്നും എടുത്തില്ല. ആദ്യം ഞങ്ങൾ റോയപ്പേട്ടയിലേക്ക് തന്നെയാണ് പോയത്. റോയപ്പേട്ടയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മണ്ഡപത്തിലേക്ക് എത്തിയത്. മണ്ഡപം മരുമ്പാക്കത്തുള്ള ഐശ്വര്യ സൗഭാഗ്യ മഹാളായിരുന്നു. അതിൽ സൗഭാഗ്യയിലായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ ഞങ്ങൾ ഉച്ച 2:30 ആയപ്പോഴാണ് എത്തിയത്. അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കുറച്ച് റൈസും സാമ്പാറും മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മൊയ്തീന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ 65 മേടിച്ചിട്ട് ഞങ്ങൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജാസ്പറിനെ കാണാൻ വേണ്ടിയിട്ട് വടപ്പഴനിയിലേക്ക് പോയി. അവൻ എന്നെ അറുമ്പാക്കത്ത് വന്ന് പിക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയത് കോളേജ് ടൈമിൽ എൻ്റെ സ്ഥിരം വിസിറ്റായിട്ടുള്ള ഫോറം മോളാണ്, ഫോറം വിജയ മോൾ. അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ മനസ്സറിഞ്ഞ് സംസാരിച്ചു, മനസ്സറിഞ്ഞ് ചിരിച്ചു. ആ ഒരു ടൈമിലുണ്ടായിരുന്ന സ്ട്രെസ് എല്ലാം കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയി. ആൻഡ് അവിടെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്കൊരു റൂം ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മണ്ഡപത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അവിടെ എത്തിയപ്പോൾ തന്നെ ജഗ്ഗു വിളിച്ചു, എല്ലാം സെറ്റായിട്ടുണ്ട്, നീ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ടീ ടൈം സ്നാക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പെണ്ണിനും ചെക്കനും വേണ്ടി വെയിറ്റ് ചെയ്തു. അവർ വന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിപൊളി ഡിന്നറായിരുന്നു. എനിക്ക് പക്ഷേ പേഴ്സണലി ഡിന്നറിനേക്കാളും ഇഷ്ടപ്പെട്ടത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആഹാ, എന്ത് ടേസ്റ്റുള്ള ഫുഡായിരുന്നു. കാരണം ഇതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഉച്ചയ്ക്ക് തട്ടിയ ബിരിയാണിയാണ്. ബിരിയാണി ചെന്നൈ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വാരി വലിച്ച് തിന്നും ചെയ്തു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഡിന്നർ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൊള്ളി സാധനങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ അത്രയും എന്താ പറയുക, അത്രയും നോക്കി ആളുടെ മോൾക്ക് വേണ്ടി ചെയ്ത് നല്ല അടിപൊളി ഡിന്നറായിരുന്നു. പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിനും വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വളരെയധികം എൻജോയ്. ഡിഷുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു മാസമായി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഡിഷുകൾ ഓർമ്മയില്ല. ആൻഡ് ഇവിടെ ഓർക്കസ്ട്ര നന്നായിരുന്നു. വീണയായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ഓർക്കസ്ട്ര നന്നായിരുന്നു. പിന്നെ അതിന് വേണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഡാൻസറിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മോൾ അവിടെ നിന്ന് പൊളി ഡാൻസായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ അവർ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷൻ മാറ്റം തന്നെയായിരുന്നു വലിയൊരു പരിപാടി. കാരണം റിസപ്ഷൻ തലേദിവസവും പിറ്റേ ദിവസം പുലർച്ചെ തന്നെ കല്യാണം ആയപ്പോൾ അവർക്ക് ഭയങ്കര ചലഞ്ചായിട്ടുള്ള കാര്യം തന്നെയാണ് പെട്ടെന്ന് നമ്മൾ ഡെക്കറേഷൻ സെറ്റ്സ് മാറ്റണം എന്നുള്ളത്. അത് വളരെ നന്നായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു അമ്പലം സെറ്റപ്പിൽ. സോ ഇവിടെ ചേട്ടൻ്റെ അച്ഛന് കാലിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ചേട്ടനും ചേട്ടത്തിയമ്മയാണ് ഇരുന്ന് ചെയ്തത് കാര്യങ്ങളൊക്കെ. ആൻഡ് അവർക്ക് കുറച്ച് റിച്വൽസ് കൂടുതലാണ്. ആൻഡ് ചേട്ടന് വേണ്ടി കാല് കഴുകുക, അവർ മോതിരം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് മാപ്പിള അഴയപ്പ് എന്നാണ് പറയുക. പെണ്ണിൻ്റെ അനിയൻ ചെക്കനെയും കൊണ്ട് പോകും. പിന്നെ അവർ കുറച്ച് പൂജകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു തമിഴ് വെഡ്ഡിങ് അടുത്ത് നിന്ന് കാണുന്നത്. പിന്നെ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കൂടി ആയപ്പോൾ ഞാൻ എങ്ങനെ അത് മിസ് ചെയ്യും. ഓൾറെഡി ഞാൻ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണം മിസ് ചെയ്തു. ആൻഡ് ഇതെനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല കല്യാണം കഴിക്കാൻ. അപ്പോൾ എനിക്കിത് എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ അടുത്ത് നിന്നിട്ട് തന്നെ അത് കണ്ടു. ആൻഡ് അവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ വന്നതിൽ. ആൻഡ് ഞങ്ങൾ ഫാമിലി അടക്കം വെയിറ്റ് ചെയ്തിരുന്നൊരു കല്യാണം തന്നെയാണിത്. എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനായാലും ചേച്ചി അമ്മ എല്ലാവരും കൂടി പോകണം എന്ന് വിചാരിച്ചൊരു കല്യാണം തന്നെയായിരുന്നു. അച്ഛനെന്തോ വരുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ജഗുവിൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ചെന്നൈക്ക് പോകുമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്തു. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ ചെന്നൈ ട്രിപ്പ് ഫുള്ള് ഞങ്ങൾ ഊബർ ക്യാബിലാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഊബർ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ക്യാബ് വന്നു. വീണ്ടും ഞങ്ങൾ പോയിരുന്ന പണ്ടത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് നൊസ്റ്റടിച്ചിരുന്നു. മോൾക്ക് കഥയുടെ രൂപത്തിൽ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കോളേജിൽ പോയിരുന്ന വഴികളാണ്. ഞങ്ങൾ കയറി ഇറങ്ങിയ ബ്രിഡ്ജുകൾ, ഞങ്ങൾ കണ്ടിരുന്ന ആർച്ചുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മോൾക്ക് കാണിച്ചു കൊടുത്ത് അവളങ്ങനെ കാറിൽ പോകാൻ അവൾക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ നമുക്ക് കാറില്ലാണ്ട് വേറെ ട്രാൻസ്പോർട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അമ്മേനെ കൊണ്ടുപോകുന്ന കാരണം. ഞങ്ങൾ മെട്രോ ആണ് പ്ലാൻ ചെയ്ത് പോയത്. പക്ഷേ അമ്മയ്ക്ക് എസ്കലേറ്റർ കയറാൻ കുറച്ച് പേടിയുണ്ട്. പിന്നെ ഞങ്ങളൊരു മെട്രോയിലേക്ക് പോയപ്പോൾ അവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം സ്റ്റെപ്പ് കയറുക എന്നുള്ളത് വൻ ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുൾ ക്യാബിൽ
റോയപ്പെട്ടിൽ തന്നെയായിരുന്നു. ക്യാബും വലിയ എക്സ്പെൻസീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് പോകുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോയത് റോയപ്പേട്ടയിലാണ്. റോയപ്പേട്ടയിൽ പോയിരുന്ന് കുറേ നേരം ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇഡ്ഡലിയും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കണം എന്നായിരുന്നു അവർക്ക് ആഗ്രഹം. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇഡ്ഡലിയും ചിക്കൻ കറിയും എനിക്ക് ഇഷ്ടമാണെന്നറിയാം. അങ്ങനെ അതുണ്ടാക്കി തന്നു. ഞങ്ങൾ സ്റ്റേഷൻ എത്തി. സ്റ്റേഷനിൽ നിന്ന് കോച്ചിലേക്ക് നടക്കാൻ കുറേ ദൂരം ഉണ്ടായിരുന്നു. അവസാനം അങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന് കയറിയിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കളിയും തുടങ്ങി. അങ്ങനെ ട്രെയിൻ പതിയെ ചലിച്ചു തുടങ്ങി. സോ വീണ്ടും ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കാണ് വരുന്നത്. എത്ര വട്ടം ചെന്നൈ പോയാലും തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം എന്നും മനസ്സിലുണ്ടാവും. അവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സന്തോഷമായിരിക്കും, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ നല്ല വിഷമമായിരിക്കും. അങ്ങനെ മിക്സഡ് എമോഷൻസും. അടുത്ത മാസം കാണാമെന്നുള്ളൊരു വിശ്വാസവുമായി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. Until the next time, it is Tata and bye-bye from me.